എക്സലൻറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു കൂട്ടം ആളുകളുടെ ലിസ്റ്റിൽ നിന്നും വളരെ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യാനുള്ള ഫോമുലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ കാണുന്ന 10 ആളുകളുടെ ലിസ്റ്റിൽ നിന്നും വളരെ റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ ഇൻഡെക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് അറേ പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റോ നമ്പർ. ഇവിടെ നമ്മൾ റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കുക. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന രണ്ട് സംഖ്യകൾക്കിടയിൽ നിന്നും റാൻഡമായിട്ടൊരു സംഖ്യ ജനറേറ്റ് ചെയ്യാനാണ് റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ബോട്ടം. ഇവിടെ ഒന്നെന്ന സംഖ്യ ഉപയോഗിക്കുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടോപ്പ്. ഈ ലിസ്റ്റിൽ എത്ര ആളുകളുണ്ടോ ആ സംഖ്യ ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ 10 ആളുകളാണുള്ളത്. 10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ഈ ലിസ്റ്റിൽ നിന്നും വളരെ റാൻഡമായിട്ടൊരു പേര് ഫോമുല റിട്ടേൺ ചെയ്തു. ഇനി ഫോമുല ടാബിൽ പോവുക. കാൽക്കുലേറ്റ് ഷീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഫോമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. അതായത് പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ലാതെയാണ് ഫോമുല പേരുകൾ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഈ ലിസ്റ്റിൽ നിന്നും ഒന്നിൽ കൂടുതൽ ആളുകളെ റാൻഡമായിട്ട് പിക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് ഈ ഫോമുല മതിയാവില്ല. കാരണം ഈ ഫോമുല ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ. ഒരു തവണ കൂടി കാൽക്കുലേറ്റ് ഷീറ്റ്. നോക്കുക, ഒരേ പേര് തന്നെ ഫോമുലകൾ റിട്ടേൺ ചെയ്യുന്നത് കാണാം. അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ റാൻഡമായിട്ട് പിക്ക് ചെയ്യാനായിട്ട് ഈ ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത്തരം റിക്വയർമെൻറ്റിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡിലൂടെ നോക്കാം. നേരത്തെ കണ്ട അതേ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിൽ നിന്നും റാൻഡമായിട്ട് 3 ആളുകളെ പിക്ക് ചെയ്യാനായിട്ട് ഈ പേരുകൾക്ക് ഓരോന്നിനും നേരെ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഈ കോളത്തിന് ഇടതുവശത്തുള്ള കോളത്തിൽ ഈക്വൽ റാൻഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഇവിടെ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ ഓരോ പേരുകൾക്ക് നേരെയുള്ള റാൻഡം നമ്പേഴ്സിൻ്റെ ഈ ലിസ്റ്റിലെ റാങ്ക് കണ്ടെത്തുക. അതിനുവേണ്ടി ഈക്വൽ റാങ്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റാൻഡം നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റെഫറൻസ് റാൻഡം നമ്പേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ പേരുകൾക്ക് ഓരോന്നിനും നേരെയുള്ള റാൻഡം നമ്പേഴ്സിൻ്റെ റാങ്ക് ഈ സെല്ലുകളിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഈ റാങ്കുകൾ വിലുക്കപ്പ് ഫംഗ്ഷനിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ റാങ്കുകൾക്ക് നേരെയുള്ള പേരുകൾ നമ്മൾ പിക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി 1, 2, 3 ഈ റാങ്കുകളെ വിലുക്കപ്പ് ഫംഗ്ഷനിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ റാങ്കുകൾക്ക് നേരെയുള്ള പേരുകൾ പിക്ക് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ വിലുക്കപ്പ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വിലുക്കപ്പ് ഫംഗ്ഷനിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ റാങ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ ഈ എൻറ്റയർ ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിളിനെ ലോക്ക് ചെയ്യാനായിട്ട് F4 കോമ കോളം ഇൻഡെക്സ് നമ്പർ. നമുക്ക് വേണ്ടത് പേരുകളാണ്. പേരുകളുള്ളത് ഈ ടേബിളിലെ 3ാമത്തെ കോളത്തിലാണ്. സോ 3 കോളം ഇൻഡെക്സ് നമ്പർ, കോമ 4ാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച് ലുക്കപ്പ് എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുക. നോക്കുക, ഈ ലിസ്റ്റിൽ നിന്നും 3 ആളുകളുടെ പേരുകൾ നമുക്കിവിടെ കിട്ടി. കാൽക്കുലേറ്റ് ഷീറ്റ്. വീണ്ടും ഫോമുല അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു എക്സൽ ടിപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.